തൃച്ചംബരം വാഴും കൃഷ്ണ നിന്റെ തൃപ്പാദ പത്മത്തിലെന്റെ ജന്മം ഒരു കൃഷ്ണ തുളസി കതിരായി വീഴുവാൻ ഒരു പാടുമോഹം. കലണ്ടറിലെ താളുകൾ ജനുവരിയിൽ നിൽക്കുമ്പോഴും തൃച്ചംബരത്തുകാരുടെ മനസ്സ് വരാനിരിക്കുന്ന കുംഭത്തിലെ തണുപ്പുള്ള രാത്രികളിലാണ്. കുംഭം 22-ന് കൊടിയേറി മീനം 6-ന് അവസാനിക്കുന്ന കൂടിപ്പിരിയലോടുകൂടിയുള്ള 14 ദിവസത്തെ ഉത്സവ നാളുകൾ. തൃച്ചംബരത്തെ ഭൂലോക വൈകുണ്ഠമാക്കുന്ന രാമകൃഷ്ണ ലീലകൾക്ക് ഇത്തവണ ഒരു വിങ്ങലിന്റെ ഭാവമുണ്ട്. വർഷങ്ങളായി തൃച്ചംബരത്തപ്പന്റെ തിടമ്പേന്തി നൃത്തമാടുന്ന പാക്കത്തു തിരുമേനി ആരോഗ്യപരമായ കാരണങ്ങളാൽ തന്റെ നിയോഗം അനുജനെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം വിശ്രമത്തിലേക്ക് നീങ്ങുമ്പോൾ വരാനിരിക്കുന്ന ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ മനസ്സിലെ വികാരങ്ങൾ എന്തൊക്കെയാവാം? പാക്കത്തു തിരുമേനി നമ്മോടൊപ്പം ചേരുന്നു. തൃച്ചംബരത്തപ്പന്റെ തിടമ്പേറ്റുക എന്ന് പറയുന്നത് ഒരു കുടുംബപരമായി കിട്ടുന്ന ഒരു നിയോഗമാണല്ലോ. അപ്പൊ ആദ്യമായി തിടമ്പേറ്റിയപ്പം ഉണ്ടായ ഒരു അനുഭവം ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണത്? ഓർക്കുന്നുണ്ട്. ആദ്യമായിട്ട് പിന്നെ എൻ്റെ ജ്യേഷ്ഠസ്ഥാനത്തുള്ള ആളാണ് എനിക്കിത് തന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, അങ്ങനെ ഇത് നിറവേറ്റിക്കൂടെ? അതുപോലെ നല്ല ഞാൻ നിന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ശിവരാത്രിക്കാണ് എഴുന്നള്ളിക്കുക തലപ്പറമ്പിലേക്ക്. അപ്പോൾ പിന്നെ വൈകുന്നേരം രാത്രിയിലൊരു 12:30 ആടുന്ന ആട് പിന്നെ ഉത്സവം ശിവോദരി കഴിഞ്ഞ് ആനേനെ മാറ്റിയിട്ടാണ് ഉച്ചനൃത്തത്തിന് അത് എഴുന്നള്ളിക്കുക. അപ്പോൾ ആ സമയത്തൊരു 12 മണിക്കിനെ കുറിച്ച് വന്ന് പിന്നെ ജപം തവെല്ലാം നേരത്തെ കഴിയും, രാവിലെ കഴിയും. സഹസ്രാവൃത്തി എന്ന് പറഞ്ഞിട്ട് 1000 തൊട്ടൊരു ഗായത്രി ജപം രാവിലെ, അതും കഴിഞ്ഞ് പിന്നെ ഒരു ഭയമുണ്ട്, ഇതെങ്ങനെ ഭഗവാൻ തലയിൽ ഇരിക്കണ്ടേ. അപ്പോൾ അവിടെ പിന്നെ ഒക്കെ ചടങ്ങെല്ലാം കഴിഞ്ഞ് അകത്ത് പോയി അഭിവാദ്യം ചെയ്ത് അവിടുന്ന് ഉപദേശിച്ച മന്ത്രങ്ങളെല്ലാം ജപിച്ച് ഒരു 108 ജപിക്കണം. അത് ജപിച്ച് കഴിയുമ്പോൾ പിന്നെ അതിൽ കുറച്ച് ഭഗവാനെ തന്നിലേക്കാക്കാൻ താനും ഭഗവാൻ ഒന്നാമെന്നുള്ളൊരു ഭാവം തോന്നിയാൽ എൻ്റെ കയ്യിലെ ഭഗവാൻ കയ്യിലെത്തിക്കഴിഞ്ഞ് എനിക്കൊരു തോന്നിയാൽ ഞാനത് എടുക്കുക ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ അത് കഴിഞ്ഞ് കുറച്ച് ധ്യാനിച്ച് കഴിയുമ്പോൾ എടുത്തു. അന്നേരം തന്നെ ഇത് ഒരു കയ്യിൽ എനിക്കത് പൊന്തൂല. അത് ഒരു കയ്യിൽ സാധാരണ ഒരു കുഞ്ഞിനെ എടുക്കുന്ന പോലെ യാതൊരു പ്രശ്നമില്ലാണ്ട് എടുത്ത് പിന്നെ പുറത്തു വന്ന് എഴുന്നള്ളിച്ച് തലപ്പറമ്പിലേക്ക് പോയി. അവിടുന്ന് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അടുത്ത പീഠത്തിൽ എഴുന്നള്ളിച്ച് വെച്ച് കുറച്ച് വിശ്രമിച്ച് അതേപോലെ ഇങ്ങോട്ട് വന്നു. അതാണ് ആദ്യത്തെ അനുഭവം. അപ്പോൾ ഒരു ആത്മവിശ്വാസം വന്നു, ഇത് എനിക്ക് കഴിയും, ഭഗവാൻ എൻ്റെ കൂടി ഉണ്ട്. എത്രാമത്തെ വയസ്സിലായിരുന്നു? 57 ആയിട്ടുണ്ട്. 87 വയസ്സ് ആയിട്ടുണ്ട്. പിന്നെ ആ കൊല്ലം ഉത്സവം ഭംഗിയായിട്ട് നടത്തി. പിന്നെ 22-ാം തീയതി മഴൂരപ്പം വരും. മഴൂരപ്പം വന്നാൽ ആ മഴൂരപ്പൻ്റെ വിഗ്രഹം എഴുന്നള്ളിക്കുന്ന ആളാണ് അകത്തേക്ക് എഴുന്നള്ളിക്കുക. എന്താ വെച്ചാൽ തൃച്ചംബരത്തപ്പൻ എഴുന്നള്ളിക്കുന്നവർ വസുദേവ സങ്കല്പത്തിലും കൃഷ്ണൻ്റെ അച്ഛൻ്റെ സങ്കല്പത്തിലും, മഴൂരപ്പൻ എഴുന്നള്ളിക്കുന്ന ആൾ നന്ദഗോപുര സങ്കല്പത്തിലും. അപ്പോൾ നന്ദഗോപുരിൽ നിന്നും പിന്നെ വസുദേവർ ബലരാമനെ വാങ്ങുന്ന 22-ാം തീയതി കയ്യിൽ വാങ്ങി അവിടെ പിന്നെ പീഠത്തിൽ എഴുന്നള്ളിക്കുക ചെയ്യുക. അപ്പോൾ അന്ന് കുറച്ച് വൈകും, ഒരു 3-4 മണിയാവും. അന്നേരം കുറച്ച് ഭയം ഉണ്ടായിരുന്നു. പക്ഷേ അത് എടുത്ത് തലയിൽ എടുത്ത് ഈട വരുന്നവരെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഈടുന്നൊരു ജപമുണ്ട്. അവർ ഇത്ര ഒരു സംഖ്യ കഴിഞ്ഞാൽ
തലയിലേക്ക് ഇട്ട് വെക്കണം. അത് ഈ നമ്മൾ തൃശ്ശൂരത്ത് മാത്രമുള്ള പ്രത്യേകതയാണ്, മറ്റേടിയില്ല. ആ സംഖ്യ കഴിഞ്ഞ് ജപം കഴിഞ്ഞ് തലയിലെടുത്ത് ഒറ്റക്ക് വെക്കാനാവില്ല, ഒരാളെ സഹായത്തിൽ വെച്ച് കഴിഞ്ഞ് തിരിഞ്ഞു വന്നു. പിന്നെ ഇത് പറഞ്ഞു തന്നതില്ലോ താളമൊന്നും നമുക്കായിട്ടില്ല. പിന്നെ അതേപോലെ തുടർന്ന് പോയി. പിന്നെ തുലാമാസത്തിൽ ഈ കറുത്ത വാവായെന്ന് ആറാട്ടുണ്ട്. ആ ആറാട്ടോടുകൂടിയാണ് വ്രതം. അപ്പോൾ ദീക്ഷ പറഞ്ഞാൽ പിന്നെ തലയിൽ തടിയൊന്നും അതുപോലെ ഇതിന് ക്ഷൗരമില്ല, കൈ നഖമെല്ലാം ഒന്നും മുറിക്കൂല. അതായത് ഭഗവാനെ മാത്രം ഇതായിട്ട് അങ്ങനെ ഒരു തപസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ മറ്റ് ശാരീരികമായ അധ്വാനം പിന്നെ വ്യായാമമൊന്നുമില്ല. ഇത് ജപം തപം മാത്രമേ ഉള്ളൂ. പിന്നെ പിന്നെ അപ്പോഴും പിന്നെ ഭഗവാനെ വിചാരിക്കണം. അതുകൊണ്ട് അതേ ഞാൻ ചെയ്തിട്ട്, പക്ഷേ ഒരു 5-6 കൊല്ലം എഴുന്നള്ളിച്ചു, യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. പക്ഷേ എനിക്കിപ്പം കഴിഞ്ഞ കൊല്ലം തോന്നിയതിന് അനിയനെ ഏൽപ്പിച്ചേക്കാം. മനസ്സോടുകൂടി അനിയനെ ഏൽപ്പിച്ചേക്കാം. ഓനും ഒരു 56-57 ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് 63 അപ്പോൾ ഇനി പ്രായമാകുമ്പോൾ പല അസുഖങ്ങളും വരും. അത് പിന്നെ മദ്യത്തിൽ എന്തെങ്കിലും വിഷമം വന്നാലും മോശമാണ്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ട് അനിയനെ ഏൽപ്പിച്ചു. ഭംഗിയായി നടത്തണം എന്ന് പറഞ്ഞു അനിയനെ ഏൽപ്പിച്ചു. അത് ഇക്കൊല്ലം പോലെ അനിയനായിരിക്കും. വർഷങ്ങളായി തുടരുന്ന ഈ ഒരു സമർപ്പണത്തിൽ ഭഗവാന്റെ പ്രതിരൂപമായി മാറുമ്പോഴുള്ള ഒരു ആത്മീയ സമർപ്പണം എങ്ങനെയാണ്? തുലാമാസത്തിൽ ആറാട്ട് കഴിഞ്ഞാൽ പിന്നെ ആ തൃശ്ശൂരത്തപ്പനും നമ്മളിൽ ഒന്നായിട്ടൊരു ഭാവം നമുക്ക് വരും, തോന്നും. അപ്പോൾ തുലാമാസത്തിൽ ആറാട്ട് കഴിഞ്ഞ് പിന്നെ വ്രതം തന്നെയാണ്. പിന്നെ ശുദ്ധമായ ഭക്ഷണം കഴിക്കും. പിന്നെ നിത്യം പിന്നെ ശുദ്ധത്തിലായിരിക്കും. പിന്നെ ഇല്ലത്തിന് പുറത്ത് പോവില്ല, ഇല്ലത്തിന് പുറത്ത് വന്ന അമ്പലത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്രതം ചെയ്യുമ്പോൾ ആ ഭഗവാനും ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംതൃപ്തിയാണ്. അത് അതിന് വാക്കില്ല, അങ്ങനെ പറയുന്നു. ആ അനുഭവം അനുഭവിച്ചാലേ അറിയും. പിന്നെ കുറേ ത്യാഗങ്ങൾ കഷ്ടപ്പാടുമുണ്ട്. പക്ഷേ ആ ഉത്സവം കഴിഞ്ഞ് ആ കൂടിത്തിരിയിൽ കഴിയുമ്പോൾ നമുക്കൊരു നിർവൃതിയാണ്. അത് ഭഗവാൻ എന്നെള്ളിച്ച് ഭഗവാന്റെ അടുത്ത് ഓടി ഭഗവാന് വേണ്ടുന്ന കളികളെല്ലാം കളിച്ചല്ലോ എന്നൊരു സംതൃപ്തിയാണ്. ഈ മഹത്തായ ചുമതല കൈമാറുമ്പോൾ ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിലും മുൻഗാമി എന്ന നിലയിലും നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്? അത് പിന്നെ ഇത് തൃശ്ശൂരത്തപ്പനെ നന്നായി വചിക്കുക. തൃശ്ശൂരത്തപ്പൻ്റെ ഉപദേശ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തത് അത് വ്രതനിഷ്ഠയോടുകൂടി ജപിക്കുകയും തപം ചെയ്യുകയും ചെയ്യണം. പിന്നെ ഇതെല്ലാം ചെയ്ത് തൃശ്ശൂരത്തപ്പനെ പൂർണ്ണമായി മനസ്സിലിരുത്തി കഴിഞ്ഞാൽ പിന്നെ യാതൊരു ബുദ്ധിമുട്ടും വരില്ല, തന്നാലേ അത് നടന്നു പോകും. പിന്നെ അനുജനോട് പറയാൻ ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ചിട്ടവട്ടങ്ങളും ഉത്സവത്തിൻ്റെ ചടങ്ങുകളും എല്ലാം മന്ത്രങ്ങളും എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് മനപ്പാടാക്കാൻ അത് എഴുതി കൊടുത്തിട്ടുമുണ്ട്. ചില മന്ത്രങ്ങൾ അതെല്ലാം ചെയ്തു വന്നു, എല്ലാം ശീലിച്ചു. ഒരു കഴിഞ്ഞ പോലെ തളിപ്പറമ്പിൽ വിഷുവിനെ എഴുന്നള്ളിച്ചു. ഇപ്പോൾ 22 മുതൽ തുടങ്ങും. അതെല്ലാം ശീലിച്ചിട്ടുണ്ട്. പിന്നെ ഇല്ലത്ത് വേണ്ടുന്ന തപസ്സുകളും അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാട്ട് കർമ്മയോഗത്തിന് തളിപ്പുറം ബത്തപ്പന് പ്രധാനമാണ്. തളിപ്പുറം ബത്തപ്പനെന്ന് സ്മരിക്കണം. തളിപ്പുറം ബത്തപ്പൻ നമ്മളെ സ്മരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉത്സവം ഭംഗിയായി നടത്തുകയുള്ളൂ. അതുപോലെ എല്ലാ ദിവസവും ഉത്സവം പുറപ്പെടുന്നതിന് മുമ്പ് തളിപ്പുറം ബത്തപ്പനെ അരികളന്ന് നമസ്കരിച്ചിട്ട് അകത്ത് കയറി പിന്നെ തൃശ്ശൂരത്തപ്പനെ അഭിവാദ്യം ചെയ്യും. അത് തളിപ്പുറമ്പത്ത്. അപ്പോൾ തളിപ്പുറമ്പത്തപ്പൻ്റെ അനുഗ്രഹവും തൃശ്ശൂരത്തപ്പൻ്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ ഉത്സവം ഭംഗിയായി അറിയും. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉത്സവകാലം എന്ന് പറയുന്ന ഭൂലോക വൈകുണ്ഠം പോലെയാണ്. അപ്പോൾ കൂടി നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ഒരു ആവേശം തിടമ്പ് നൃത്തം ചെയ്യുമ്പോൾ അങ്ങയെ എങ്ങനെയാണ് സ്വാധീനിക്കാറുള്ളത്? അതായത് ദേവകിക്കും വസുദേവർക്കും ബാലലീല കാണാൻ അവസരം ഉണ്ടായിട്ടില്ല. കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും കുട്ടിക്കളി, അവരുടെ കുട്ടിത്വം കാണാനില്ല അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് 5-8 വയസ്സായിട്ടാണല്ലോ ഇവർ വന്നത്. അപ്പം തൃശ്ശൂരത്ത് പിന്നെ ഉത്സവം നടക്കും. ആ സമയത്ത് വന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ അമ്പാടിയിലോട്ട് നന്ദഗോപര്, വസുദേവർ, വൃദ്ധം ജനങ്ങൾ, ഗോപാലന്മാർ, ഗോപികമാർ
എല്ലാവരും വന്ന് ആ പൊന്നിൻ ചെമ്പകം ഉണ്ടല്ലോ അവിടെ, ആ പൊന്നിൻ ചെമ്പകം തലയിൽ അവിടെ സന്നിഹിതരാകും. അപ്പോൾ ഈ ഗോപാലന്മാരെല്ലാം കൃഷ്ണൻ്റെ ആൾക്കാരെല്ലാം അകമ്പടി സേവിച്ച് പൂക്കോത്തുനടയിലെല്ലാം ഉണ്ടാവുക. അപ്പോൾ അവിടെ ഈ ആൾക്കാരെ കാണുമ്പോൾ ഭഗവാൻ സന്തോഷം ഉണ്ടാവും രണ്ടുപേർക്കും, ബലഭദ്ര അതുപോലെ ഗോപാലന്മാരാണല്ലോ കൃഷ്ണൻ്റെ ആൾക്കാരല്ലേ, അവർക്കും സന്തോഷം ഉണ്ടാകും. ആ ഒരു ആർത്തിയുള്ള ഒരു പിന്നെ കളി തന്നെയാണ് പൂക്കോത്തുനടയിൽ. പിന്നെ വീട് അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തിരുമുറ്റത്ത് അവർ അച്ഛനും അമ്മയും നന്ദഗോപരും വസുദേവരും അവിടെയുണ്ട്. അപ്പോൾ അവർക്കും ഈ ബാലലീലകൾ കാണാൻ സാധിക്കും. അതാണ് ഉത്സവത്തിൻ്റെ ഐതിഹ്യം. 14 ദിവസവും നമുക്ക് യാതൊരു തളർച്ചയും ഉണ്ടാവില്ല. പക്ഷേ ഉത്സവം കഴിഞ്ഞാലാണ് മാനുഷികത്തിലേക്ക് എത്തി. അപ്പോൾ ഈ പന്തലുണ്ടാവും, ഇഷ്ടംപോലെ പന്തങ്ങൾ 14 അതിൻ്റെ ചൂടും ഇതെല്ലാം. അപ്പോൾ 2-3 ദിവസത്തേക്ക് വളരെ പന്തൽ ഉണ്ടല്ലോ നല്ല ചൂടുണ്ടാവും. പിന്നെ ഉറക്കൊഴിച്ച് ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെല്ലാം പിന്നെ ഉത്സവം കഴിഞ്ഞാൽ ഉണ്ടാവും. ഉത്സവത്തിൻ്റെ ഈ സമാപനം, ഈ കൂടിപ്പിരിയൽ എന്ന് പറയുന്നത് ഭയങ്കര വൈകാരികമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് നൽകുന്നത് കണ്ടു നിൽക്കുന്നവർക്ക്. അപ്പോൾ തിടമ്പേറ്റുന്ന അങ്ങേക്ക് അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആ ഒരു കൂടിപ്പിരിയൽ? കൂടിപ്പിരിയൽ വളരെ സങ്കടകരമായ അവസ്ഥയാണ്. പക്ഷെ അതിൽ കൃഷ്ണൻ ഏട്ടനെ ഈ ചെറിയൊരു പറ്റിക്കലുണ്ട്, കുട്ടികളെ ഒരു കളിയുമുണ്ട്. അതായത് 10-14 ദിവസം ഞാൻ നിൻ്റെ കൂടെ വന്ന് കളിച്ചില്ലേ, ഇനി നീ എൻ്റെ അടുത്ത് വന്ന് കളിക്കും. അപ്പം അത് കൂട്ടിയിട്ടങ്ങ് മധുരയ്ക്ക് കൊണ്ടുപോയായിരുന്നു ബലഭദ്രൻ സ്വാമിൻ്റെ അടുത്ത്. അപ്പോൾ കൃഷ്ണൻ ഇതിന് തൻ്റെ ആൾക്കാരെയൊന്നും വിട്ടുപോകാൻ മടിയുമുണ്ട്. അപ്പോൾ ഏട്ടനോട് പറയാനും പറ്റില്ല. പിന്നെ ഏട്ടൻ ഇത്രയും കാലം ഇവിടെ ഒന്ന് കളിച്ചതല്ലേ, അപ്പം കൂടെ പോയി കഴിഞ്ഞ് ഏട്ടനെ പറ്റിച്ചിട്ട് ഇങ്ങോട്ട് വരാനാണ് നോക്കുക. കൂടുക പിരിയുക ആദ്യം ഒന്നിച്ച് പോയിട്ട് ഏട്ടൻ കാണാതെ തിരിഞ്ഞു വരുമ്പം ഏട്ടൻ കൂട്ടും. അപ്പോൾ പിന്നെ ആദ്യം കൊണ്ടുപോകും. അപ്പോൾ കുറച്ച് ഏട്ടൻ ഏടുന്നെല്ലാം പറ്റിച്ച് പിരിയാൻ പറ്റും, അവിടെ നിന്നെല്ലാം നോക്കും. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞാൽ പാലമൃതനെ കാണുമ്പോൾ പാല് എഴുന്നള്ളിച്ച് വരുമ്പോൾ പിന്നെ ഏട്ടനെല്ലാം മറിഞ്ഞ് ആ പാലിൻ്റെ പുറകെ തിരിഞ്ഞു നോക്കാണ്ട് ഒറ്റ ഓട്ടാണ്. അപ്പോൾ ബലഭദ്ര സ്വാമിക്ക് ജ്യേഷ്ഠൻ ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ അവിടെ ആ വൈകാരിക രംഗം വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. പിന്നെ തിരിച്ചു വരുമ്പോഴും ഈ പാല് കുടിക്കേണ്ട ആ ഒരു രീതിയിലാണ് പിന്നെ കൃഷ്ണൻ വരിക. അപ്പോൾ ഏട്ടൻ്റെ അത് വളരെ ഇത് മുൻകൂട്ടി കൃഷ്ണനെന്നുണ്ട് ഏട്ടനെ ഒന്ന് പറ്റിച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ട്. പക്ഷേ ഏട്ടനത് ആ ഭാവമില്ല, എൻ്റെ കൂടെ വരുന്നതാണ്. അപ്പോൾ ഏട്ടൻ്റെ വൈകാരികമായിട്ടുള്ള ആ വളരെ വിഷമമാണ്. അത് നമുക്ക് തന്നെ തോന്നും. അത് പിന്നെ ഭക്തന്മാർക്കും തോന്നും, എഴുന്നള്ളിക്കുന്നവർക്കും തോന്നും, കൃഷ്ണനും തോന്നും പറ്റിച്ചല്ലോ എന്നൊരു ഒരു ഭാവം കൃഷ്ണനുമുണ്ട്. പ്രായം കൊണ്ടും ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടും ഈ പദവി ഒഴിയുമ്പോൾ ഒരു വിഷമമുണ്ടോ, അതോ തൻ്റെ കടമ നന്നായി ചെയ്തതിലുള്ള സംതൃപ്തിയാണോ കൂടുതൽ? വിഷമമൊന്നുമില്ല. എനിക്ക് പിന്നെ പ്രായമാകുന്ന 63ആയി. ഇനി ഏത് ഘട്ടത്തിലും ഒരു പിന്നെ ശരീരത്തിന് ഒരു അപചയമാണ്, പോഷണമില്ല, അവയവമുണ്ടാകും. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ നമ്മുടെ ശരീരം ഈ കാര്യത്തിൽ നിറവേറ്റാൻ സാധിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ നല്ല സമയത്ത് തന്നെ, നല്ല കാലത്ത് നല്ല സമയത്ത് തന്നെ അത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി കൂടുതലാണ്. അല്ലാണ്ട് ഞാനിപ്പം വയ്യാണ്ടായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്കത് കഴിയും എന്നുള്ള ആ സമയത്ത് അതിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അതിലൊരു ത്യാഗമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് അത് കൊടുത്തു. ഭക്തരോടും പുതുതലമുറയോടും ഇപ്പം ഭക്തിയും വിശ്വാസവും മുറുകെ പിടിക്കുന്ന താങ്കൾക്ക് എന്താണ് ഒരു പറയാനുള്ളത്, ഒരു ഉപദേശം പോലെ? ഇപ്പോഴത്തെ തലമുറ പാരമ്പര്യം മറന്ന തലമുറയാണ്. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ലഭിക്കുന്നില്ല. ഒന്നാമത് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ പോയി, അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല. പിന്നെ സ്കൂളിൽ ആണെങ്കിൽ പണ്ട് പാരമ്പര്യമായ ചില പാഠഭാഗങ്ങളുണ്ട്, ഇന്ന് അതില്ല. ഇപ്പോൾ വിദ്യാഭ്യാസ രീതി മാറി. അപ്പോൾ കുട്ടികൾ പിന്നെ നമ്മൾ ഭൂതകാലത്തെക്കുറിച്ചും അറിയുന്നില്ല, ഭാവിയിലൊരാശങ്കയാണ്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഒരുപാട്
പ്രശ്നങ്ങൾ ഇല്ലത്. പിന്നെ ലോകം മുഴുവനും ഈ അതായത് ഭൂതകാലത്തെക്കുറിച്ചുള്ള പിന്നെ അജ്ഞതയും ഭാവിയിലേക്ക് നമ്മൾ എങ്ങനെ പോകണം എന്ന ലക്ഷ്യമില്ലാത്തതാണ് ഈ തലമുറയെ പിന്നെ അപരിചയത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ പിന്നെ നമ്മളെ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്തി അറിഞ്ഞുകൊണ്ട്. ഇപ്പോൾ കൃഷ്ണനെ കുറിച്ചുള്ള ഭക്തി കൃഷ്ണൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണൻ എന്ന ആ ബിംബത്തോടുള്ള ഭക്തിയും അതുപോലെ അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ നമ്മൾ പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മുമ്പോട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്കൊരു നല്ല ഭാവിയുണ്ട്. പുതിയ തലമുറ ഈ ഭക്തിയിൽ കൂടി ആ കൃഷ്ണൻ പറഞ്ഞ ആശയത്തിലേക്ക്, ഭഗവത്ഗീതയിലെ ആശയത്തിലേക്ക് എത്തിച്ചാൽ ഒരു പുതിയ ഒരു ലോകം ഉണ്ടാക്കാം, ഒരു ഉണർവുണ്ടാവും. പിന്നെ ഭക്തജനങ്ങൾക്കും പഠിക്കണം. ഭക്തി മാത്രം പോരാ, ആശയങ്ങളും ആധ്യാത്മികമായ ആശയങ്ങളും വേണം. ഭഗവാന്റെ തിടമ്പേറ്റുക ഒരു ചുമതലയല്ല, ജന്മനിയോഗമാണെന്നാണ് പാക്കത്ത് തിരുമേനി നമുക്ക് പറഞ്ഞു തരുന്നത്. തൃച്ചംബരത്തു നിന്നും രഞ്ജിത്ത് ആർ കെ തളിപ്പറമ്പിനൊപ്പം നേഹ നായർ, കേരള ഓൺലൈൻ ന്യൂസ്. നീ വരുകില്ലേ വാസുദേവാ കണ്ണ നിന്നോമൽ